ചേട്ടാ നമുക്ക് പാട്ടുപാട് റീലിട്ടാ ചിലപ്പോ സെറ്റ്. നിന്റെ ഒരുത്തന്റെ വാക്കിട്ട ഞാൻ ഗതിയായേ. എടാ ഒരാൾക്ക് കഴിവില്ലെങ്കിൽ കഴിവില്ല തന്നെ പറയണം, അല്ലാണ്ടുള്ള പ്രോത്സാഹനം കൊടുത്ത് കഴിവേറിയാക്കരുത്. എന്നൊരു സത്യം പറയട്ടെ, ചേട്ടന് കഴിവില്ല. അങ്ങനെയല്ല പറയണ്ടേ, ആൾക്ക് വിഷമാവാത്ത രീതി പറയണം. ഞാൻ ഇതൊക്കെ ചെയ്യണെന്തിനാ? ചേട്ടന്റെ നന്മയ്ക്ക് വേണ്ടി. ചേട്ടൻ രക്ഷപ്പെടണം. എടാ എന്നൊരു 5 ലക്ഷം രൂപ ഞാൻ രക്ഷപ്പെടാം. 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടില്ലേ? ഇപ്പൊ എന്റെ ഡൗട്ട് നീ എന്റെ കൂടുതലുകൊണ്ടാണ് ഞാൻ ഗതി പിടിക്കാത്തതെന്നാണ്. ചേട്ടോ ഉത്തല്ലേ, എന്റെ അമ്മ പറഞ്ഞാണ് തന്നെ പോലെയുള്ള മുതുക്കന്മാരൊപ്പം കൂട്ടുകൂടണ്ടെന്ന്. എന്നിട്ട് ഞാൻ തന്നോട് പറഞ്ഞില്ലേ? നീ എന്നെ അടുത്ത് വന്നു അന്ന് തുടങ്ങിയാണ് എനിക്ക് കഷ്ടകാലം. പണ്ടൊരു സ്പ്ലെൻഡർ എടുക്കാൻ പോയി 20,000. നീ പറഞ്ഞ ഞാൻ B3 ബൈക്കെടുത്ത്. ഇപ്പൊ അതിന്റെ CC എടുക്കാൻ എന്റെ പൊന്നമ്മ പണിക്ക് വേണ്ട. അപ്പൊ ചേട്ടൻ അച്ഛൻ പണിക്ക് പോകില്ലേ? പിന്നെ നിന്റെ അച്ഛനകത്ത് പെട്ടോടിക്കാൻ പൈസ തന്നെ. അപ്പൊ ചേട്ടൻ പണിക്ക് കൂടെ? ആദ്യം മോനെ ചേട്ടനോട് ഇങ്ങനെ പറയണേ. ചേട്ടാ ചേട്ടനൊരു കാർ എടുക്ക്. ആൾക്കാർ വിചാരിക്കട്ടെ ചേട്ടൻ രക്ഷപ്പെട്ടെന്ന്. അല്ലെങ്കിൽ അത് വേണ്ട, പുതിയ മണീച്ചയും വന്നിട്ടുണ്ട്. പണ്ടൊരു മണിച്ചാൽ നീ എന്നെ കൊണ്ട് പെടുത്തിന് ഇപ്പോഴും മാറിയിട്ടില്ല. ചേട്ടാ നിനക്കുള്ള നേർച്ചുണ്ട് എന്നെ എവിടെയും കൊണ്ട് പെടുത്താന്ന്. ചേട്ടാ അത് പറയല്ലേ, ചേട്ടൻ ഇപ്പൊ എന്താ വേണ്ടേ? എനിക്കൊരു ഷൂ വേണം. അതാണാ നീ എന്നെ പെടുത്തരുത്. ഇൻസ്റ്റാഗ്രാമിൽ പീസെറ്റ് ഷോർട്സ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ പേജ് ഉണ്ട്. അവിടെ വാച്ച്, ഷൂസ്, ചെരുപ്പ്, ജെൻസിന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. കേരളത്തിൽ എവിടെയാണ് 24 മണിക്കൂറിനുള്ളിൽ സാധനം വീട്ടിൽ കിട്ടും. ഇനി ചേട്ടന് സാധനം വേണമെങ്കിൽ അവരുടെ പേജ് ഇപ്പൊ തന്നെ പോയി ഫോളോ ചെയ്തു. ഇപ്പോഴായിട്ട് നിന്നെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി. ചേട്ടൻ പണക്കാരനെ നിറയ്ക്കുന്ന കൊച്ചി സ്റ്റേഡിയം അങ്ങോട്ട് വാങ്ങിയാലോ? നിനക്കിത് എങ്ങനെയാണോ സാധിക്കണേ?